നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ വെറുതെ ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞൊന്നും അല്ല. ഇന്ന് രാവിലെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. ഏട്ടൻ പോലീസിനെ വിളിക്കുന്നത് കണ്ടല്ലോ. പോലീസ് ഉടനെ എത്തും. അവര് വന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് നിന്റെ മുറി പരിശോധിക്കുന്ന കാര്യമാണ്. അത് പരിശോധിക്കുന്ന ആർക്കും ആദ്യം സംശയം തോന്നുന്നത് നിന്നെ തന്നെയായിരിക്കും. കുഞ്ഞമ്മ വെറുതെ അനാവശ്യം പറയല്ലേ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല മോനെ. പോലീസുകാര് വരുമ്പോ അവര് പറയാൻ പോകുന്ന കാര്യങ്ങളാ. ഇവര് പറയുന്നത് ശരിയാണല്ലോ. മുറി ആ പരുവത്തിൽ കിടന്ന പോലീസ് വരുമ്പോ ഞാൻ ഉറപ്പായിട്ടും സമാധാനം പറയേണ്ടി വരും. എടാ എടാ വിക്കി, മോനെ ഒന്ന് നിന്നേ. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. പോലീസ് വരുന്നവരെ ഇനി ആരും മുറിക്കകത്ത് കയറണ്ട. ആ അതെ, അത് നന്നായി. പോലീസ് വരട്ടെ. സത്യത്തിൽ ഞാനൊരു മണ്ടനാ. എന്തൊരു ഭീകര മണ്ടത്തരം ഞാൻ കാണിച്ചേ. സാമാന്യ ബുദ്ധിയുള്ള ആരും ആ മുറി കണ്ട എന്നെ സംശയിക്കും. ആ കാര്യം വിവേക ബുദ്ധിയോടെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ പ്രതികൂട്ടിലാവില്ലായിരുന്നു. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പുലിവാല ഉണ്ടാവാൻ പോകുന്നേ. ഗോഡ്, ഞാൻ പെടുവോ? അമ്മേ, അഞ്ജലിയുടെ കാര്യം യശോദാമ്മയെ അറിയിക്കണ്ടേ? വിളിച്ചിട്ട് ഞാൻ എന്താ മോളെ യശോദയോട് പറയണ്ടേ? അഞ്ജലിയെ കാണാനില്ലെന്ന സത്യം എനിക്ക് പോലും ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതറിഞ്ഞ യശോദയുടെ കാര്യം പറയണോ? ആ പാവത്തിന് ഇതറിഞ്ഞ ഹാർട്ട് അറ്റാക്ക് വരും. എങ്ങനെ അവർക്കിത് സഹിക്കാൻ കഴിയുക? അതല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണിന്റെ സുരക്ഷിതത്വം അത് നമ്മുടെ ചുമതലയല്ലേ? എന്റെ ഈശ്വര, ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയായല്ലോ. ദൈവമേ, ഇനി ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? അമ്മേ, നമ്മൾ ഈ കാര്യം യശോദാമ്മയോട് പറയാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളിത് എത്ര നാള് യശോദാമ്മയിൽ നിന്ന് ഈ സത്യം മറച്ചു വയ്ക്കാൻ പറ്റും? അമ്മേ, എന്റെ അഭിപ്രായം ഇത് അവരെ അറിയിക്കുന്നതാ ബുദ്ധിയെന്ന. അല്ലെങ്കിൽ പിന്നീട് അത് നമുക്ക് തലവേദനയാകും. അഞ്ജലിയെ കാണാനില്ല എന്നുള്ള സത്യം നമ്മൾ എത്ര കാലം പുകമറയ്ക്കുള്ളിൽ മൂടിവെക്കും? അതുകൊണ്ട് അവരെ അറിയിക്കണം. പിന്നീട് പോലീസും കേസും ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവരെ അറിയിച്ചില്ല എന്നുള്ള ചോദ്യം വരില്ലേ? അതുമാത്രമല്ല, അഞ്ജലി അവളുടെ താല്പര്യപ്രകാരം എവിടെയെങ്കിലും പോയതാണെങ്കിൽ ഒരുപക്ഷെ അത് യശോദാമ്മയോട് പറയില്ലേ? അവൾ എന്തെങ്കിലും യശോദാമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് യശോദാമ്മ നമ്മളോട് പറയില്ലേ? അപ്പോൾ പിന്നെ ഈ ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. അമ്മേ, റിങ്ങോട്ട് സംസാരിക്കേ. സംസാരിക്കമ്മേ. ഹലോ ഹലോ. ആ അമ്മേ, പറഞ്ഞോ. മോളെ, ആ യശോദയല്ല, ചിത്രയെ ഫോൺ എടുത്തേ. ഉർവശി ശാപ ഉപകാരം. യശോദാമ്മയോട് പറഞ്ഞ് ഇനി അമ്മയ്ക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. മോളെ ചിത്രേ. ആ അമ്മേ, പറഞ്ഞോ, കേൾക്കാം. മോളെ, യശോദ ഇല്ലേ? ഇല്ലമ്മേ, അമ്മ അമ്പലത്തിൽ പോയിരിക്കുക. ഫോൺ എടുത്തില്ല.
ശരി. ആ, പിന്നെ എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷങ്ങള്? ഒന്നുമില്ല മോളെ. അല്ല, എന്താ അമ്മയുടെ ശബ്ദത്തിനൊരു ഇടർച്ച? ഏയ്, ഒന്നുമില്ല മോളെ. ഹലോ ചിത്രേ, ഞാനാ. ആ, പറ ജലജേ. ചിത്രേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് എന്ത് പറ്റി? അത് ചിത്രേ, ഇന്നലെ രാവിലെ മുതല് അഞ്ജലി മോളെ കാണാനില്ല. എങ്ങനെ? ചിത്രേ, എന്താ ജലജ പറഞ്ഞത്? അഞ്ജലി കാണാനില്ലെന്നോ? അവളോട് പോയി? എന്റെ മോനെ പറ്റിക്കുമ്പോ ഓർക്കണമായിരുന്നു തിരിച്ചടികൾ ഉണ്ടാവുമെന്ന്. ഇതാ പറയുന്ന പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കുന്നു. ചേട്ടാ ചേട്ടാ, എന്താടി നീ എന്തിനാ ഇത്ര വെപ്രാളപ്പെട്ട് ഓടി വന്നത്? ഇങ്ങ തന്നെ. എടി നീ വല്ലതും കണ്ട് ഭയന്നാ? കണ്ടല്ല ഭയന്നത്, കേട്ടിട്ടാ ഭയന്നത്. എടി നീ എന്നെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം എന്താന്ന് പറയടി. നമ്മുടെ അഞ്ജലിയില്ലേ കാണാമല്ലോ. എടി നീ എന്താ ഈ പറയുന്നത്? കാണാനില്ലെന്നാ? ആ അതേന്ന്, കാണാനില്ലാന്ന് എന്നോടെ ജലജ വിളിച്ചു പറഞ്ഞേ. എടി നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ കേട്ടത് തെറ്റിയൊന്നല്ലോ. ആ, ഇനി അങ്ങനെ പറഞ്ഞു. എന്റെ ചെവികളെ എനിക്ക് വിശ്വാസം. ഈ ചിത്രയ്ക്ക് നല്ല ബോധമുണ്ട് ആരോടാ എന്താ പറയണ്ടേന്ന്. ഇനി നിങ്ങളായിട്ട് എന്നെ പൊട്ടിയാക്കാൻ ഞാൻ മതി. എടി നീ പറഞ്ഞത് സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഞ്ജലി എവിടെ പോവാനാ? അതെങ്ങനെ എനിക്കറിയാം? പോയി, അത്ര തന്നെ. ഇനി പോയതാണോ കൊണ്ടുപോയതാണോന്നും അറിയില്ല. ഇനിയെങ്ങാനും അവൾ എന്റെ പണം തിരികെ തരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പോയതായിരിക്കുമോ? ആ, അതിന് സാധ്യതയില്ലാതില്ല. അവള് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും. അപ്പോ അവൾക്ക് കൊടുത്ത് നിങ്ങളുടെ പണം ഉണ്ടല്ലോ, അത് ഗോവിന്ദ. ഇല്ല, പണം കൊണ്ട് അവൾ ഏത് പൊത്തിപ്പോയി ഒളിച്ചാലും കെണി വെച്ച് ഞാൻ പിടിക്കും. അവക്കെ ജഗന്നാഥന്റെ ഒരു മുഖം മാത്രമേ അറിയാവൂ. സ്നേഹിച്ച ജഗന്നാഥൻ ദേവനാ, യഥാർത്ഥ ജഗത്തിന്റെ ദേവൻ. ചതിച്ചാ ഞാൻ കാലനാണ്, കാലൻ. നിങ്ങൾ ദേവനാണോ കാലനാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവളെ കണ്ടുപിടിക്കണം. എന്നിട്ട് എത്രയും വേഗം നമ്മുടെ പണം തിരികെ മേടിക്കണം. എടി ശരിക്കും എന്താ സംഭവിച്ചത്? എന്ത് പറ്റിയെന്നാ ജലജ വിളിച്ചു പറഞ്ഞത്? നീ പറഞ്ഞു വെച്ച് നോക്കിയാ അവളെ ആരോ അപായപ്പെടുത്താനാണ് സാധ്യത. അല്ലെങ്കിൽ അവള് നമ്മളെ എല്ലാം ഫൂളാക്കാൻ വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ച നാടകവും ആവാം. എന്നാലും നീ പറഞ്ഞു വെച്ച് നോക്കിയാ ഇത് അവളുടെ ഒരു ഗെയിം ആവാനാണ് 90% സാധ്യത. മറിച്ചാണെങ്കിൽ അതാര്, എന്തിന് എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇവളുടെയൊക്കെ കയ്യിലിരിപ്പിനെ ഏതെങ്കിലും ശത്രുക്കൾ പണി കൊടുത്തതോ ആവാം. മുൻവിധിയൊന്നും പറയാൻ പറ്റില്ല. രണ്ടായാലും നമ്മുടെ കാശിന്റെ കാര്യത്തില് ഒരു തീരുമാനമായെന്നാ തോന്നുന്നത്, അല്ലേ? അങ്ങനെ ഇപ്പോ നമ്മുടെ കാശ് തോട്ടിലൊഴുക്കി കളയാനുള്ളതാണോ? നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്നെങ്കിലും അത് വസൂലാക്കണം. ഇനിയെങ്ങാനും അവൾ എന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വൃത്തികെട്ട ഗെയിം കളിച്ച അതിനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ഈ സൊസൈറ്റിയിലും പോലീസിലും മറ്റ് അധികാര കേന്ദ്രങ്ങളിലും എനിക്കുള്ള ബന്ധം എന്താണെന്ന് അവള് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ശരിക്കും എന്താണ് സർ ഉണ്ടായത്? ഇന്നലെ അവരൊരുമിച്ച് ഉറങ്ങാൻ കിടന്നതാ. പക്ഷെ രാവിലെ നോക്കുമ്പോ അഞ്ജലിയെ കാണാനില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. രാവിലെ ആ കുട്ടിയെ, ഐ മീൻ അഞ്ജലിയെ കാണാനില്ലെന്ന് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? അത്
ജലജ അവരുടെ റൂമിൽ നോക്കിയപ്പോ അഞ്ജലിയെ കാണാനില്ല. മാത്രമല്ല സംശയകരമായ രീതിയിൽ മുറിയിൽ രക്തക്കറയും കണ്ടു. ഓ റൈറ്റ്. ഗുഡ് മോർണിംഗ് മാഡം. മാഡം ഗുഡ് മോർണിംഗ്. ഞാൻ രാജ്മോഹൻ. ഈ സ്കൂട്ടർ ആരുടേതാ? ഇത് അഞ്ജലിയുടേതാ. മാഡം അത് ആ മിസ്സിംഗ് ആയ അഞ്ജലിയുടേതാണ്. ഇവിടുത്തെ CCTV വർക്ക് ചെയ്യല്ലോ അല്ലേ? അത് മാഡം, അല്ല, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലെന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ CCTV വർക്ക് ചെയ്യുന്നില്ലേന്ന്. മാഡം അത് വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. ടെക്നീഷ്യനെ വിളിച്ചിട്ടുണ്ട് ശരിയാക്കാൻ. ഇത്രയും നാള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന CCTV ഇപ്പൊ 2-3 ദിവസമായി വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ ഒരാള് മിസ്സിംഗുമാണ്. അപ്പൊ പിന്നെ മിസ്സായ ആ പെൺകുട്ടിയുടെ പേര്, അല്ല ആ കുട്ടിയുടെ പേരെന്താ? മാഡം അത് അഞ്ജലി. യെസ്, അഞ്ജലി. ഇനി അഞ്ജലിയുടെ മിസ്സിംഗ് ഇവിടുത്തെ CCTV ഫുട്ടേജിൽ പരിശോധിക്കണ്ടല്ലോ അല്ലേ? ഇത് സംബന്ധിച്ച അന്വേഷണം പോലീസിന് ഇനി ഇരട്ടിത്തപ്പി തുടങ്ങാം അല്ലേ? ഇതിപ്പോ കടലിൽ കളഞ്ഞിട്ട് കരയിൽ തപ്പുന്ന അവസ്ഥയാ പോലീസിനുള്ളത്. ഒരു പ്രൈമറി എവിഡൻസിന് പോലുമുള്ള സ്കോപ്പ് നിലവിൽ ഇവിടെ ഇല്ല. ഓക്കെ, പോലീസിന് എന്തായാലും അന്വേഷിച്ചാലേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ പറയും പോലീസ് കേസിൽ അനാസ്ഥ കാണിച്ചു എന്ന്. പോലീസിന് എന്തായാലും ആരംഭിച്ചാലേ മതിയാകൂ. പക്ഷേ അന്വേഷിച്ച് ഒരറ്റത്തെത്തുമ്പോ ഭാതി പ്രതിയാവാതിരുന്നാ മതി. എവിടെയാണ് സ്പോട്ട്? അവിടെയാണ് മാഡം. വരൂ. ഈ പെൺകൊച്ച് മൊനവിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇതല്ലേ റൂം? ആ, റൂമിന്റെ കീ എവിടെ? ഇതാ. ഇവിടെ നിന്നാ മതി, ആരും അകത്തേക്ക് വരട്ടെ. ആ, എന്തു തോന്നുന്നു? സംശയിക്കാൻ എന്തിരിക്കുന്നു മാഡം? ഒരു പിടിവലിയോ മറ്റോ നടന്നിട്ടുണ്ട്. 100% ഷുവറാ അത്. യെസ്, യു ആർ കറക്റ്റ്. ഒരു കാര്യം ചെയ്യ, ഫോറൻസിക് ടീമിനെ വിവരം അറിയിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്താൻ പറയാം. ഓക്കെ മാഡം. ഹലോ. മാഡം, ഫോറൻസിക് ടീം അരമണിക്കൂറിനുള്ളിലെത്തും. ഓക്കെ, ഗുഡ്. താങ്ക് യു. അഞ്ജലി മിസ്സിംഗ് ആണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ആരാ? ഞാനാ മാഡം. ഓക്കെ, നിങ്ങളുടെ പേരെന്താ? ജലജ.
കാണാതായ അഞ്ജലി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? അഞ്ജലിയുടെ ഹസ്ബൻഡിന്റെ കുഞ്ഞമ്മയാ. ഓക്കെ. ഇന്നലെ രാത്രി അസ്വാഭാവികമായി എന്തെങ്കിലും ഒച്ചയോ ബഹളോ നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ? നമ്മളെ തേടി ഒരു പോസിറ്റീവ് ന്യൂസ് എത്തും. ഷുവർ. ആ എന്നാ പിന്നെ നമുക്ക് സമയം കളയണ്ട, ഇറങ്ങാം. ഇറങ്ങട്ടെ. ഒരു ദിവസം, ഒരൊറ്റ ദിവസത്തെ കാര്യം ഉണ്ടായിരുന്നല്ലോ ആ പവർ ഓഫ് അറ്റോണി എന്റെ കൈകളിൽ എത്താനായിട്ട്. ബാഡ് ലക്ക് എന്നല്ലാതെ എന്താ ഇതിന് പറയാ? കപ്പിനും ചുണ്ടിനിടയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയെന്നുള്ള അവസ്ഥയായല്ലോ ഇതിപ്പോ. നഷ്ടപ്പെട്ടു പോയി എന്റെ ജീവിതത്തിലെ ഈ ഒരു ദിവസം ഇനി ജന്മം ചെയ്താൽ തിരിച്ചു കിട്ടുമെന്ന് തോന്നില്ല. ഇന്ന് അധികാരത്തിന്റെ ആ ചെങ്കോൽ എന്റെ കൈകളിൽ എത്തേണ്ടതായിരുന്നു. അൺലക്കി മാൻ. I'm ashamed of myself, ചാച്ച. ഭാഗ്യമില്ലാത്തവനാ ചാച്ച ഞാൻ, ഭാഗ്യമില്ലാത്തവൻ. ഈ നാശം പിടിച്ച പ്രശ്നം ഇന്ന് തന്നെ എന്നെ തേടി എത്തിയല്ലോ. നീ സമാധാനപ്പെട്. കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് എത്തിക്കാൻ നമുക്കെന്തെങ്കിലും പോം വഴി ചിന്തിക്കാം. നീ ഇങ്ങനെ ബാലിശമായി ചിന്തിക്കാതെ. വരും, ഇനിയും വരും അവസരം. ഇപ്പോഴുണ്ടായ ഈ പുകിലൊന്ന് കെട്ടടങ്ങുമ്പോ നമുക്ക് അടുത്ത നീക്കം പ്ലാൻ ചെയ്യാം. നിന്റെ കയ്യിൽ എത്തിച്ചേരാൻ യോഗമുള്ള മുക്തിയാറാണെങ്കിൽ അതെവിടെയും തങ്ങി നിൽക്കില്ല. അത് നിന്റെ കയ്യിൽ തന്നെ വരും. ചാച്ച, അതല്ല ഞാൻ ആലോചിക്കുന്ന. അഞ്ജലിക്ക് ഉറപ്പായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആര്, എന്തിന് എന്ന് മാത്രമേ നമുക്കിനി ഉത്തരം കിട്ടാനുള്ളൂ. നമുക്കറിയാത്ത തന്ത്രശാലികളായ ഏതോ ശത്രുക്കൾ അഞ്ജലിക്ക് ആ വീട്ടിൽ തന്നെയുണ്ട്. പാളയത്തിന് പുറത്തല്ല പട പാളയത്തിനുള്ളിലാണ്. അത് തീർച്ച. ഏതായാലും ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല. എനിക്ക് മടുത്തു ചാച്ച. ഓരോ നിമിഷം പിടിക്കപ്പെടുമോന്നോർത്ത് തീ തിന്ന് ജീവിക്കാൻ എനിക്കിനി വയ്യ. CI ദക്ഷ ഈ കേസ് അന്വേഷിക്കുന്ന. അവളാണെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അവളൊരു ബുദ്ധിരാക്ഷസിയാ. ഏറ്റെടുത്തതെല്ലാം അവള് പുല്ലുപോലെ തെളിയിച്ചിട്ടുണ്ടെന്ന സംസാരം. ചാച്ച, അതാ ഞാൻ പറയുന്നത്, നിർത്താന്ന്. നമുക്ക് ഈ കളി ഇവിടെ വെച്ച് നിർത്താം. ഇനിയും മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ അപകടം. അത് ഞാൻ അകത്തായി പോവും. വല്ലവനും വെട്ടിത്തെളിച്ച വഴിയിലൂടെ പോകാൻ ആർക്കും സാധിക്കും. പക്ഷെങ്കിൽ സ്വന്തമായി വഴി വെട്ടിത്തെളിച്ച് മുമ്പോട്ട് പോവുക എന്നത് ഇത്തിരി പ്രയാസം പിടിച്ച പണിയാണ്. നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇറങ്ങിയത്. പകുതി വഴിക്ക് അത് ഉപേക്ഷിച്ച് മടങ്ങുന്നത് ബുദ്ധിയാണോ? നീ ചിന്തിക്കേ. ഇങ്ങനൊരു അപ്രതീക്ഷിത സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ നീ ആരായിരുന്നു? പറയേ. കോടീശ്വരൻ. വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചെറിയ ചില തടസ്സങ്ങൾ വന്നെന്നിരിക്കും. അത് സ്വാഭാവികം. അത് കണ്ടില്ലെന്ന് നടിക്കുക. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് നീയും കേട്ട് പഠിച്ചിട്ടുണ്ടാകുമല്ലോ. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. അതുകൊണ്ട് നിന്റെ മനസ്സ് തളരാൻ പാടില്ല. അതിനെ ബലപ്പെടുത്തണം. എന്നിട്ട് വർദ്ധിത വീര്യത്തോടെ പോരാട്ടം നീ തുടരണം. എന്തേ, നിനക്കത് സാധിക്കില്ലേ? നീ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യണം. ദക്ഷയല്ല, അവളുടെ മുതുമുത്തശ്ശി വന്നാലും പിടിക്കപ്പെടില്ല എന്ന് നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അതിനുവേണ്ടി പാകപ്പെടുത്തിയാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു. എന്താ, പറ്റില്ലേ? നീ ചെല്ല്. എന്നിട്ട് തന്ത്രപൂർവം ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കേ.
മുത്തശ്ശൻ എന്താ കിടക്കാച്ചി ഐറ്റമാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത്. മണം കിട്ടിയപ്പോ തന്നെ വിശപ്പ് ഇരട്ടിയായി. ഹായ് മൈ സ്വീറ്റ് ഗ്രാൻഡ്പാ. എന്താ ഐറ്റം? ഏതായാലും നല്ല മണോ. പൊളിക്കൊന്നു തോന്നുന്നു. മോളിച്ചിലൂടെ നേരത്തെ വരുമെന്നാണ് ഞാൻ കരുതിയത്. കാണാതായപ്പോ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടെന്ന് കരുതി നിന്റെ ഫേവറേറ്റ് ഐറ്റം ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാന്ന് വെച്ചു. താങ്ക് യു ഡിയർ ചക്ര മുത്തശ്ശ. മതി 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 സുഖിപ്പിച്ചത്. എന്നും ഞാൻ ഉണ്ടാക്കി തരുന്നത് കഴിച്ച് ജീവിക്കാമെന്നാണോ നിന്റെ വിചാരം? എനിക്ക് വയസ്സായില്ലേ? മോളും പാചകം ഒന്നും മനസ്സിരുത്തി പഠിക്കണം. പോലീസാണെന്ന് കരുതി അതൊരു കുറവൊന്നുമല്ല. നാളെ നീ ഒരു അമ്മയാവണ്ടോളാ. അപ്പൊ നിന്റെ കുഞ്ഞുങ്ങൾക്കും കെട്ടിയവനും ഒക്കെ ഇതുപോലെ കിടുക്കാച്ചി ഐറ്റം ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ? അത് നമുക്ക് നോക്കാം മുത്തശ്ശ. എന്നാലും മുത്തശ്ശന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് ഇവിടുത്തെ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി കഴിച്ചാൽ കിട്ടുമോ? ആ ഭക്ഷണത്തിന് മുത്തശ്ശന്റെ തനി നാടൻ ഐറ്റങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? മതി 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 മതി. നീ റൂട്ടൊന്നും മാറ്റണ്ട. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ ലൈഫിന്റെ കാര്യം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ നീ സ്ലിപ്പാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. എല്ലാ മനുഷ്യന്റെ ഇച്ഛയ്ക്കൊന്നും നടന്നാൽ പിന്നെ നമുക്ക് ദൈവം തമ്പുരാന്റെ ആവശ്യമില്ലല്ലോ. മനുഷ്യനല്ലേ വലുതാവുക. ഇറക്കവും കയറ്റമൊക്കെയായി ഈ ജീവിതം സന്തുലിതാവസ്ഥയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ് ഈശ്വരന്റെ ഒരു തിയറി. ജീവിതത്തിന്റെ സഞ്ചാര വഴികളിൽ നമ്മുടെ ലൈഫിലേക്ക് യാത്രക്കാരെ പോലെ ചിലര് കയറി ഇറങ്ങിപ്പോവും. അവരൊക്കെ കുറച്ച് സമയം മാത്രമേ നമ്മോടൊപ്പം ഉണ്ടാവൂ. അങ്ങനെ വരുമ്പോ പോയവരെ കുറിച്ച് ചിന്തിച്ചിരുന്ന് നമുക്ക് നമ്മുടെ ജീവിതം കൈവിട്ട് കളയാൻ പറ്റുമോ? ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു അല്പസമയം, അതാണ് ജീവിതം. ഈശ്വരനെ അനുഗ്രഹിച്ച് മനുഷ്യജന്മം നമ്മെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ജീവിതം പാഴാക്കി കളയാനല്ല, അത് ആസ്വദിച്ച് ജീവിച്ചു തീർക്കാൻ തന്നെ. എന്റെ സുന്ദരിക്കുട്ടി വിഷമിക്കാനല്ല കൂടെ മുത്തശ്ശരത് മോളെ ഓർമ്മിപ്പിക്കുന്നത്. എന്റെ മോള് അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാൻ വേണ്ടിട്ടാ. വിക്കി എവിടാ പോയതാ? അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആ പറഞ്ഞതുപോലെ ശരിയാണല്ലോ. അവൻ ഇതുവരെ എത്തിയില്ലേ? അമ്മേ, അവൻ എന്നെ വിളിച്ചിരുന്നു. അവൻ അന്വേഷണത്തിലാ. ഉടനെ വരാന്ന് പറഞ്ഞു. ഓ സമാധാനമായി. ഞാൻ ഏട്ടത്തിന്റെ ഓഫീസിൽ പോയിരുന്നു. ഏട്ടത്തി അടുത്ത ദിവസങ്ങളിൽ അടുപ്പിച്ച് ലീവ് എടുത്തിട്ടുണ്ടെന്നാ ഞാൻ അവിടെ നിന്ന് അറിഞ്ഞത്. ലീവ് എടുക്കുന്ന കാര്യമൊന്നും അഞ്ജലി പറഞ്ഞു കേട്ടില്ലല്ലോ. ഇനി നിന്നോടെങ്ങാനും അവള് ലീവ് എടുക്കുന്ന കാര്യം പറഞ്ഞോ? ഇല്ലമ്മേ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഏട്ടത്തി ഈയിടെയായി ഓഫീസിലും വളരെ മൂഡ് ഓഫിലായിരുന്നു എന്നാ അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞത്. എന്തോ ഒരു കാര്യം ഏട്ടത്തിന്റെ മനസ്സിനെ അലട്ടിയിരുന്നുവെന്ന് ഏട്ടത്തിന്റെ ഓഫീസിലെ സുഹൃത്തുക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ചുമ്മാതല്ല അഞ്ജലി ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാതിരുന്നത്. അവൾക്ക് മറ്റെന്തോ മാനസിക പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഒന്ന് കണ്ടെത്തണം. ഏതായാലും ഈ വീട്ടിലുള്ള നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. അതീവ ജാഗ്രതയും വേണം. ഒന്നല്ല, 2 തരത്തിലാണ് നമ്മുടെ പ്രശ്നം. ഒന്ന്, നമ്മളറിയാതെ എവിടെയോ മറിഞ്ഞിരുന്ന് നമുക്കെതിരെ ചരട് വലിക്കുന്ന അജ്ഞാത ശത്രു. 2, പോലീസ്. അത് നമുക്ക് വലിയൊരു കീറാമുട്ടിയാ. ആ ദക്ഷ അവളെ അന്വേഷിച്ച് ഈ മുറ്റത്തേക്ക് തന്നെയാ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലെ ഒരു അംഗത്തെ കാണാതായിട്ട് അതിന്റെ പിന്നിലെ അജ്ഞാത സൂത്രധാരനെ കണ്ടുപിടിക്കുന്നതിന് പകരം പോലീസ് എളുപ്പവഴി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക.
ആ പെങ്കൊച്ചെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി അന്വേഷിച്ച് നടക്കുന്നത് കണ്ടാ തോന്നും നമ്മളാ അഞ്ജലിയെ തട്ടിക്കൊണ്ടുപോയതെന്ന്. പോലീസിനെ പ്രതിസ്ഥാനത്ത് ഒരാളെ കിട്ടിയാ മതി, അവരുടെ പണി കഴിഞ്ഞെന്നേ. അതിപ്പോ നമ്മൾ ആരു വേണമെങ്കിലും പ്രതിയാകാം, അതല്ലെങ്കിൽ പോലീസ് ആക്കും. അങ്ങനെ വരാൻ ഒരു പോസിബിലിറ്റി ഇല്ല വലിച്ച. കാരണം ഈ കേസ് അന്വേഷിക്കുന്നത് CI ദക്ഷയാണ്. ഞാൻ അന്വേഷിച്ചു ഡിപ്പാർട്ട്മെന്റിൽ, അവർക്ക് ക്ലീൻ ഇമേജാ. അത് മാത്രമല്ല, ബുദ്ധിയിൽ അവർ രാക്ഷസയാണെന്നാ പോലീസുകാർ തന്നെ പറയുന്നത്. സ്ട്രെയിറ്റ് ആൻഡ് ഇന്റലിജൻസ് ഓഫീസറാ അവര്. അങ്ങനെയുള്ളൊരു പോലീസ് ഓഫീസർ ഒരിക്കലും നിരപരാധിയെ അപരാധിയാക്കില്ല എന്നാ എന്റെ വിശ്വാസം. അതെ അതെ, ആ മോള് നല്ല കുട്ടിയാ, മിടുക്കിയാ. അവള് നമ്മുടെ അഞ്ജലിയെ കണ്ടെത്തി തരുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. അതൊക്കെ ശരിയാ. പക്ഷേ അവര് ആ ദക്ഷ എന്തോ മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മളോട് പെരുമാറുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. സംശയമല്ല, അത് ഉറപ്പാ. നമ്മളോടുള്ള അവരുടെ സമീപനത്തിൽ അവർക്ക് ഈ വിഷയത്തിൽ ഒരു മുൻവിധി ഉള്ളതായിട്ടാ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിയാ, ആ പറഞ്ഞത് തീർത്തും ശരിയാ. അവർക്ക് നമ്മളെ കാണുമ്പോൾ ആറ്റിറ്റ്യൂഡ് കാണുമ്പോ നമ്മൾ എന്തോ വലിയ ക്രൈം ചെയ്തു എന്ന ധാരണ അവർക്കുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. മനസാവാച അറിയാത്ത കാര്യങ്ങളിൽ സാഹചര്യ തെളിവ് വെച്ചിട്ട് നമ്മളൊക്കെ പ്രതിയെന്ന് വരുത്തി തീർക്കാനാണ് അവരുടെ ശ്രമം. നമ്മളിൽ ആർക്കു വേണേലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നറുക്കു വീഴാം. സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. മോളെ, മോളെ വാ, ഭക്ഷണം എടുത്തു വെച്ചു, വന്ന് കഴിക്ക്. എനിക്ക് വേണ്ട മുത്തശ്ശ, എനിക്ക് വിശപ്പില്ല. ദേ, നീ എന്റെ മുഖത്തേക്ക് നോക്കി, നീ പറ, നിനക്ക് വിശപ്പില്ലേ? ഇല്ലെന്നേ. അതൊക്കെ ഇങ്ങ് വിട്. എന്റെ മോൾക്ക് മുത്തശ്ശൻ പറഞ്ഞ സങ്കടമായോ? അതല്ല മുത്തശ്ശ. ഇതാണ് അറിവുള്ളവർ പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ലെന്ന്. അതൊന്നും അല്ലെന്നേ, ശരിക്കും എനിക്ക് വിശപ്പില്ലാഞ്ഞേട്ടാ. അതുകൊണ്ടാണോ നീ വന്നു കയറിയപ്പോ നിങ്ങളുടെ പോലീസ് നായെ പോലെ മണം പിടിച്ച് നേരെ അടുക്കളയിലേക്ക് വന്നത്? മോളെ, മുത്തച്ഛനോട് കള്ളം പറഞ്ഞ് നിനക്ക് നിൽക്കാൻ പറ്റുമോ? നിന്റെ മനസ്സൊന്ന് പിടഞ്ഞ അതിന്റെ പൾസ് ദേ ഈ ചങ്കിലിടിക്കും. നീ ഒന്നും ഉരിയാടിയില്ലെങ്കിൽ പോലും നിന്റെ മനസ്സ് കാണാൻ ഈ മുത്തശ്ശനെ കഴിയുമെന്ന സത്യം എന്റെ മോള് മനസ്സിലാക്കിയിട്ടില്ല. നിനക്കിഷ്ടപ്പെട്ട ബീഫ് കൊണ്ടാട്ടം എന്തിനാ മുത്തശ്ശൻ മെനക്കെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് ആർക്ക് കഴിക്കാനാ? എന്റെ മോള് മുത്തച്ഛനെ വിഷമിപ്പിക്കല്ലേ. എന്റെ മുത്തല്ലേ, എഴുന്നേറ്റ് വാ, നമുക്ക് കഴിക്കാം.